ഹായ് ഗൈസ്, ഞാൻ വൈശാഖാണ്. അപ്പോൾ നമുക്കിന്ന് ഹോണ്ട CB300R കുറച്ച് വിശേഷങ്ങളൊക്കെ നോക്കാം. ഓസ്ട്രേലിയയിലെ ഷോറൂമിൽ ഈ CB300R എത്തി എന്നറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. വണ്ടി എങ്ങനെയുണ്ട്, ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. ആദ്യത്തെ ഒരു കാഴ്ച തന്നെ പറയുകയാണെങ്കിൽ വണ്ടി കാണാൻ അടിപൊളിയാണ്. ഇതൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് വണ്ടി. ഫ്രണ്ടിൽ നിന്നാണ് എനിക്ക് വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാൻ. നല്ലൊരു വീതിയുള്ളൊരു ഫ്രണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഹെഡ് ലാമ്പൊക്കെ ആണെങ്കിലും അടിപൊളി രസമാണ് കാണാൻ. ഒരു റൗണ്ട് ഹെഡ് ലാമ്പാണ്, പക്ഷേ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷോട് കൂടിയ സംഭവം. LED ആണ് ഹെഡ്ലൈറ്റ്. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ കണ്ടോ, കാണാൻ ഭയങ്കര രസമാണ്. അതൊരു പ്രത്യേക ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് LED വെച്ചിട്ട്. അപ്സൈഡ് ഫോർക്ക് വരുന്നുണ്ട്. അതും ഇന്ത്യയിൽ അതേപോലെ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് MT15 നമ്മളൊക്കെ ഇട്ട് ചെറിയൊരു പണി തന്നു. അതുപോലെ ചെയ്തിട്ടില്ല ഹോണ്ട എന്താണെങ്കിലും. അപ്സൈഡ് ഡൗൺ ഫോർക്ക് തന്നെയാണ് ഇന്ത്യയിലും ഈ CB300R ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും നമുക്കിട്ട് ഹോണ്ട ആ പരിപാടി ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ തന്നെ. ഇവിടെ ഒരു എൻജിൻ ഇഗ്നിഷനാണ്, അതുപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ, ഒരു ഡിജിറ്റൽ കൺസോളാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ജസ്റ്റ് നോർമൽ ഡിം ആൻഡ് ബ്രൈറ്റ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ്. അതിൻ്റെ കീ ഹോള് ഹാൻഡിലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അതും ഒരു ഭംഗിയുണ്ട്. ഭംഗി എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് സെറ്റപ്പാണ്. പിന്നെ ഓണിൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് അവരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ വണ്ടിക്കായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. എന്താണെന്ന് സെറ്റപ്പ് എന്നറിയില്ല. അതൊന്ന് യൂസ്ഡ് വെച്ചിട്ട് താമസം പിടിക്കും. പിന്നെ സൈഡിലേക്കൊക്കെ വരുവാണെങ്കിൽ നേക്കഡ് ബൈക്കിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. സീറ്റിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഡബിൾ സീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ നല്ലൊരു വീതിയുള്ള സീറ്റൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബാക്കിൽ സീറ്റ് ഇച്ചിരി ചെറുതാണ്, എന്നാലും വണ്ടി രസമാണ് കാണാൻ. ഇത് സംഭവം ഈ ഫ്രണ്ടിൽ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുമ്പോൾ ഹാൻഡിലിനോട് അല്ലെങ്കിൽ ഹെഡ് ലാമ്പിനോട് ചേർന്നിട്ടുള്ള വണ്ടിയുടെ ഷോക്കിൻ്റെ ഭാഗത്തിന് നല്ല വീതിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നേരിട്ട് കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ അതിൽ തന്നെ റേഡിയേറ്ററും ഒരു അലുമിനിയം ഫിനിഷോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി കാണാനൊക്കെ അടിപൊളിയാണ്. ഡ്യുവൽ ചാനൽ ABS ആണ് പറഞ്ഞത്, പറയാൻ പറ്റുമായി. ഫ്രണ്ടിലും ബാക്കിലും ABSും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇച്ചിരി സ്പെഷ്യാലിറ്റിയുള്ള ABS ആണ്. ചെറുതായിട്ട് കോർണറിങ് ABSോടെ അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്ക്. പക്ഷേ അത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ നമുക്ക് ഈ വണ്ടിക്കകത്ത് സ്ലിപ്പർ ക്ലച്ചും അതുപോലെ തന്നെ ഏത് ഗിയറിലാണോ ഓടുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഈ വണ്ടിയിൽ. പിന്നെ ഒരു 6 ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. ഒരു CB300R ആണ് വണ്ടി. പക്ഷേ ഒരു 286cc എൻജിൻ, അതുപോലെ ഒരു 30 PS പവറും 29.4 Nm ഓഫ് ടോർക്കും ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഒക്കെ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ ഒരു നല്ല വണ്ടിയായിരിക്കും. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസ് എത്ര വരുമെന്ന് അറിയില്ല. ഇവിടെ ഏതാണ്ട് 6,600 3 ലക്ഷത്തി സംതിങ് വരും. അപ്പോൾ ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സൈലൻസറിൻ്റെ സൈസാണ്. ഭയങ്കര സൈസാണ്. ഈ വണ്ടിക്ക് ചേരാത്ത രീതിയിലുള്ള സൈസുണ്ട്. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്രോം ഫിനിഷും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നമുക്ക് കാണാം റേഡിയേറ്ററിൻ്റെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്യാപ്പ്. അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് 296 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് 220 mm ഡിസ്ക് വരുന്നുണ്ട്. ABSും അങ്ങനെയുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി തന്നെ ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ 300 സീരീസിൽ ബാക്കി നമുക്കിപ്പോൾ നിഞ്ച 300 ആണെങ്കിലും അതുപോലെ അല്ലെങ്കിൽ ഡ്യൂക്കിൻ്റെ സീരീസിലേക്ക് പോവുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയൊക്കെ എടുക്കുന്നവർക്ക് ഈ വണ്ടി വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡോമിനാർ റഫ്ലി എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏതാണ്ട് ഒരു 2.5-നും 3-ക്കും ഇടയിലായിരിക്കും എൻ്റെ ഒരു പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വണ്ടി വാല്യൂ ഫോർ മണിയാണ് ശരിക്കും. കാരണം നല്ലൊരു വണ്ടിയാണ്. നല്ല ഫിനിഷുണ്ട്. ബോഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷോട് കൂടി തന്നെയാണ് ചെയ്ത് വയ്ക്കുന്ന വണ്ടി. ബാക്കിലെ സസ്പെൻഷൻ മോണോഷോക്കാണ് വരുന്നത്. മോണോഷോക്ക് സസ്പെൻഷൻ വരുന്നതിൽ തന്നെ നമുക്കത് ഒരു 7 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് വന്നിരിക്കുന്നത്.
എന്താണ് മുമ്പ് പറഞ്ഞ സൈലൻസറിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നല്ല ക്രോം ഫിനിഷും അതുപോലെ ക്രോമിൻ്റെ ക്ലാഡിങ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ സൈസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി വലിയൊരു സൈലൻസറാണ് ശരിക്കും. ബാക്കിൽ ഡെസ്കും അതിൻ്റെ കാലിപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ABSൻ്റെ സെൻസേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ടെയിൽ ഗേറ്റ് ഫുൾ LED ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.